ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ലാബ് സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. MLTയുടെ ബുക്കില് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്റർ ആണ്. സോ ഫസ്റ്റ്, ലാബ് സേഫ്റ്റി. എന്തിനാണ് ലാബ് സേഫ്റ്റി? ലാബ് സേഫ്റ്റി മെഷേഴ്സ് ആർ ഡിസൈൻഡ് ടു എൻകറേജ് ആൻഡ് പ്രൊമോട്ട് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്കിംഗ് പ്രാക്ടീസ് ഇൻ എ ലാബ്. ഒരു ലാബ് വളരെ സേഫ് ആയിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രോപ്പർലി ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാനുള്ള സർട്ടൻ സെറ്റ് ഓഫ് സേഫ്റ്റി മെഷേഴ്സ്, സർട്ടൻ സെറ്റ് ഓഫ് റൂൾസിനെയാണ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ്, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSC സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ ലാബ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഓൾ ലബോറട്ടറി പേഴ്സണൽ ആൻഡ് അതർ പീപ്പിൾ വിത്ത് റൈറ്റ് എൻട്രി ഫ്രം ഇൽനസ് ഓർ ഇഞ്ചുറി. നമ്മൾ ലാബ് സേഫ്റ്റിയിൽ ഉൾപ്പെടുമ്പം അവിടെ വർക്ക് ചെയ്യുന്നവരുടെ സേഫ്റ്റി മുതൽ തുടങ്ങി എല്ലാം, വരുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റി, അവർക്ക് ഇഞ്ചുറി ഒന്നും ഉണ്ടാകാത്തത്, എല്ലാം ലാബ് സേഫ്റ്റിയുടെ അണ്ടറിൽ വരും. ഇനി സേഫ് ലബോറട്ടറി പ്രാക്ടീസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. സേഫ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? അവയർനെസ് ഓൺ സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. നമ്മുടെ ഒരു ലബോറട്ടറിയിൽ അഥവാ ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംബൽസ്. നമ്മളൊരു ലാബിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറച്ച് ബോർഡ് ഹോൾഡിങ്സ് ഒക്കെ കാണാൻ പറ്റത്തില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ സ്ലോ ഡൗൺ എന്ന് പറയും, ഇവിടെ 50 km/h പാടുള്ളൂ, അല്ലെങ്കിൽ ഹമ്പ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സിംബൽസ് കാണാൻ പറ്റത്തില്ലേ? സിമിലർലി ലബോറട്ടറിയിലും നമ്മൾ എന്ത് വെക്കണം? അവയർനെസ് സിംബൽസ് അല്ലെങ്കിൽ സയൻസ് വെക്കണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്. ഏത് ലാബിലാണെങ്കിലും ജനറലി സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇരിക്കുന്ന സാധനം, ആ ടെസ്റ്റ് ട്യൂബ് പ്രോപ്പർലി വെച്ചില്ലെങ്കിൽ വീഴും. അങ്ങനെയൊക്കെയുള്ളത് പെട്ടെന്ന് സംഭവിക്കാവുന്നതാണ്. നമ്മൾ തന്നെ ടേബിളിൽ ശ്രദ്ധിക്കാതെ വെള്ളം വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? കൈ തട്ടുമ്പോൾ പെട്ടെന്ന് വെള്ളം വീഴും. അതുപോലെ ലാബിലും പെട്ടെന്ന് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ദെൻ പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. എങ്ങനെയാണ് ഈ ബയോമെഡിക്കൽ അഥവാ ലാബിൽ നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്ട്സിനെ ഡിസ്പോസ് ചെയ്യുക, അതിനെ എങ്ങനെ നമ്മൾ കളയും? അതിന് കളർ കോഡിങ്സും ഗ്രേഡിങ്സും ഒക്കെ ഉണ്ട്. അത് വേറൊരു PDF ആയിട്ട് വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ വെരി വെൽ. ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം ബയോമെഡിക്കൽ വേസ്റ്റ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ നോക്കാം. ദെൻ ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ്. ലാബിന്റെ സേഫ്റ്റിയിൽ എന്ത് വേണം? ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസ്. സോ ഫസ്റ്റ് സയൻസ് ആൻഡ് സിംബൽസ് വേണം. പിന്നെ കോമൺലി സംഭവിക്കാവുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചേക്കുക, അതിന് വേണമെന്നുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ എപ്പോഴും സജ്ജീകരിച്ച് വെക്കുക. സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. ഒരു ലാബിൽ നമ്മൾ ഉപയോഗിക്കുന്ന സയൻസ് ആൻഡ് സിംബൽസ് ഏതൊക്കെയാണ്? To minimize accidents in the laboratory, it has been made mandatory to use signs and symbols in the laboratory. ഒരു ലാബില് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അവിടെ സയൻസ് ആൻഡ് സിംബൽസ്, ഞാൻ പറഞ്ഞ ഈ ബോർഡുകൾ വയ്ക്കുക എന്നുള്ളത് എന്താണ്? വളരെ മാൻഡറ്ററി, നിർബന്ധം ആയിട്ടുള്ള കാര്യമാണ്. These are used to indicate possible hazard during a procedure. എന്തിനാണ് നമ്മൾ ഈ സയൻസും സിംബൽസും വെക്കുന്നത്? ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പം എന്തെങ്കിലും ഹസാർഡ്, എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിക്കോഷൻ പോലെ, ഓക്കെ, ചിലപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനൊരു മുൻകരുതലായിട്ടാണ്. എ thorough knowledge on signs and symbols helps the laboratory personnel to deliver his duty properly. നമ്മൾ ലാബിൽ വെച്ചേക്കുന്ന ഓരോ സൈനും സിംബലും എന്താണ് എന്ന് ആ ലബോറട്ടറിയിലുള്ള വ്യക്തിക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇപ്പം തണുപ്പുള്ള സ്ഥലമാണ്, അങ്ങോട്ട് കയറരുത്, അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ സ്യൂട്ട് ഇടണം എന്നുള്ള
ഇത് പുറത്ത് ആ സിമ്പിൾ വായിച്ച് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാക്കി കയറാൻ പറ്റൂ. അപ്പൊ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സയൻസിന്റെയും സിമ്പിൾസിന്റെയും നോളജ് വളരെ അത്യാവശ്യമാണെന്നുള്ളത്. The symbols include hazard warning symbols, safety symbols and prohibitory symbols. 3 തരത്തിലുള്ള സിമ്പിൾസ് അഥവാ സിഗ്നൽസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ലാബിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ്. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാണ്? ഹസാർഡ് വാർണിംഗ് സിമ്പിൾ. ദെൻ സേഫ്റ്റി സിമ്പിൾസ്. സേഫ്റ്റി സിമ്പിൾസ് എന്ന് പറയുമ്പോൾ വളരെ മാൻഡറ്ററി ആയിട്ട് നമ്മൾ അത് വെച്ചേ പറ്റത്തുള്ളൂ. ദെൻ കംസ് പ്രോഹിബിറ്ററി സിമ്പിൾസ്. ഇനി ഈ ഹസാർഡ് വാർണിംഗ് സിമ്പിളിന്റെ കളർ എന്താണ്? ഇതാണ് ഹസാർഡ് വാർണിംഗ് സിമ്പിൾ. ഓക്കെ, ഹസാർഡ് വാർണിംഗ് സിമ്പിൾ എപ്പോഴും ബ്ലാക്ക് പിക്ചർ ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. മഞ്ഞയോ അല്ലെങ്കിൽ ഓറഞ്ചോ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത കളറിലായിരിക്കും ആ പടം വരച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത് 3 ആണെന്ന് ഞാൻ പറഞ്ഞു, ഹസാർഡ്, സേഫ്റ്റി ആൻഡ് പ്രോഹിബിറ്ററി. ഇവരെ പരസ്പരം ചിലപ്പോൾ ചെറിയൊരു മാച്ച് ദ ഫോളോയിങ് ABC എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്ഷൻസ് മാറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഹസാർഡ് വാർണിംഗിന്റെ കളർ ചോദിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഹസാർഡ് വാർണിംഗ് സൈൻസിന്റെ കളർ. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ. ഓക്കെ, നോട്ട് ദി പോയിന്റ്. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞയിൽ എന്താണ്? കറുത്ത കളർ പടമാണ് ഉള്ളതെങ്കിൽ അത് ഹസാർഡ് വാർണിംഗ്. ദെൻ കംസ് സേഫ്റ്റി സിമ്പിൾ. അടുത്ത് വരുന്നത് സേഫ്റ്റി സിമ്പിൾ ആണ്. സേഫ്റ്റി സിമ്പിൾ എന്താണ്? മാൻഡറ്ററി ആണ്. നിർബന്ധമായിട്ടും സേഫ്റ്റി സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം? വച്ചേ പറ്റുള്ളൂ. ഇതാണ് സേഫ്റ്റി സിമ്പിൾ. എങ്ങനെയാണ്? റൗണ്ട് വൈറ്റ് പിക്ചർ വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. നീല ബാക്ക്ഗ്രൗണ്ടില് വെള്ള കളർ ചിത്രം ഉള്ളതാണ് എന്ത്? സേഫ്റ്റി ഹസാർഡ്. ഓക്കെ, സേഫ്റ്റി സിമ്പിളിനെ ഇൻഡിക്കേറ്റ് എങ്ങനെയാണ് സേഫ്റ്റി ഹസാർഡിനെ കാണിക്കുന്നത്? നീലയില് വെള്ള ചിത്രം. ദെൻ ലാസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? പ്രൊഹിബിറ്ററി സിമ്പിൾസ്. പ്രൊഹിബിറ്ററി സിമ്പിൾസ് അതിന്റെ പിക്ചർ ഉണ്ട്. സോറി. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ്, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSC സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പ്രൊഹിബിറ്ററി സിമ്പിൾസ്. പ്രൊഹിബിറ്ററി സിമ്പിൾ എന്ന് പറയുന്നത് റൗണ്ട് ബ്ലാക്ക് പിക്ചർ ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ. ആദ്യം ചുവന്ന കളർ, റെഡ് കളർ എഡ്ജ് ഉണ്ടാകും. അതില് എന്താണ്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, കറുത്ത ചിത്രങ്ങളായിരിക്കും. ഈ ഫിഗറിൽ കാണുന്ന പോലെ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലേ പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഇനി ഹാൻഡിലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് എ കെമിക്കൽ ഇൻ ലബോറട്ടറി. പ്രോപ്പർ ഹാൻഡിലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജന്റ് ഇസ് നെസസറി ടു പ്രിവെന്റ് ഹസാർഡ്. ഈ ഹസാർഡിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾസ് വെച്ചാൽ മാത്രം മതിയോ? പോരാ. പ്രോപ്പർ ആയിട്ട് കെമിക്കൽസിനെയും അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന റിയേജൻസിനെയും സ്റ്റോർ ചെയ്യണം. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യണം, അതുപോലെ സ്റ്റോറും ചെയ്യണം. എന്തിനാണ്? ഹസാർഡ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കെമിക്കൽസ് ആർ സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് വെറുതെ ഒന്നും ലാബിൽ ഒരു കെമിക്കലിനെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇൻസ്റ്റഡ് അവരെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എന്താണ്? ഫിസിക്കലും അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അനലൈസ് ചെയ്ത് അതിന് പറ്റുന്ന പ്രോപ്പർ കണ്ടെയ്നറിലും, ചിലത് എന്താണ് സൺലൈറ്റിന്റെ അടുത്തോട്ട് വെക്കണം, ചിലത് എവേ ഫ്രം സൺലൈറ്റ്, ചിലത് വളരെ മൂടിക്കെട്ടിയ സ്ഥലത്ത് വെക്കണം. അങ്ങനെ ഓരോ കെമിക്കലിന്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അവരെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ദെൻ ഈ ഹസാർഡ് വാർണിംഗ് സിമ്പിൾ, സേഫ്റ്റി സിമ്പിൾ ഒന്നും മറക്കരുത്. ഓക്കെ, ഹസാർഡ് എന്താണ്? യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട് വിത്ത് വൈറ്റ് ബ്ലാക്ക് പിക്ചർ. ദെൻ സേഫ്റ്റി സിമ്പിൾ എന്താണ്? ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് പിക്ചർ.
I'm sorry. ഓക്കെ, പ്രൊഹിബിറ്ററി എന്ന് പറയുമ്പോൾ റെഡ് എഡ്ജ് ഉണ്ടാകും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, എന്നിട്ട് ബ്ലാക്ക് കളറിലായിരിക്കും പിക്ചർ നമ്മൾ കോമൺലി കാണുന്നത്. ഇതാണ് പ്രൊഹിബിറ്ററി സിംബൽസ്. ദെൻ ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് പല ടൈപ്പ് ഉണ്ട്. അപ്പം ഒരു 7 ടൈപ്സ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫ്ലെയിമബിൾ കെമിക്കൽസ്. എന്താണ് ഫ്ലെയിമബിൾ കെമിക്കൽസ്? പെട്ടെന്ന് തന്നെ ഫ്ലെയിം അഥവാ തീ ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളവരാണ് ഇത് ഫ്ലെയിമബിൾ കെമിക്കൽസ്. എക്സാമ്പിൾ അസെറ്റോൺ, ഈതർ, സൈലിൻ, ആൽക്കഹോൾ. ഓക്കെ. ദെൻ കൊറോസീവ് കെമിക്കൽസ്. കൊറോസീവ് എന്ന് പറയുമ്പം വളരെ അഗ്രസീവ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ ഈ തുരുമ്പിക്കുന്ന ടൈപ്പ് പ്രോപ്പർട്ടി കാണിക്കുന്ന കെമിക്കൽസ്. കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, ആൽക്കലീസ്, ഫീനോൾ എന്ന് പറയുമ്പോൾ ഈ തുരുമ്പിക്കൽ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. അത്രയും എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്നവരാണ് കൊറോസീവ് കെമിക്കൽസ്. അപ്പം കോൺസെൻട്രേറ്റഡ് സാധാരണ ആസിഡ് ഒന്നുമല്ല. ഇപ്പം ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രശ്നക്കാരനല്ല കമ്പാരിറ്റീവ്ലി. പക്ഷെ കൊറോസീവ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്താണ്, കുറച്ചും കൂടി എന്താ പറയാ അപകടകാരിയാണ്. സോ കൊറോസീവ് കെമിക്കൽ, കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് വരും, ആൽക്കലീസ് വരും, ഫീനോള് വരും. ദെൻ ഓക്സിഡൈസിങ് കെമിക്കൽ. എന്തൊക്കെയാണ് ഓക്സിഡൈസിങ് കെമിക്കൽസിൽ വരുന്നത്? അതായത് ഓക്സിഡേഷൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രോസസ്സ് കാണിക്കുന്നവര്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ദെൻ ക്ലോറൈഡ്സ്. ക്രോമിക് ആസിഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്സിഡൈസീവ് കെമിക്കൽസ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ്. ദെൻ എക്സ്പ്ലോസീവ് കെമിക്കൽസ്, പൊട്ടിത്തെറിയുടെ സ്വഭാവമൊക്കെ കാണിക്കുന്നവര്. പൈറിക് ആസിഡ്. ഓക്കെ, pyric acid. Then comes radioactive chemicals. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഈ അയോൺസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഹൈഡ്രജൻ അയോൺ, അതുപോലെ അയോഡിന്റെ അയോൺസ്, അങ്ങനത്തെ ഡിഫറെന്റ് അയോൺസ് വരുന്നവരാണ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറയുന്നത്. ദെൻ കാർസിനോജനിക് കെമിക്കൽസ്, ക്യാൻസർ കോസിങ്ങിന് കാരണമാകാൻ ചാൻസ് ഉള്ള കെമിക്കൽസ്. ബെൻസിഡീൻ, O12, സെലൈറ്റ്. ബെൻസിഡീൻ, O12, സെലൈറ്റ്, ഇവരൊക്കെ കാർസിനോജനിക് കെമിക്കൽസ് ആണ്. ദെൻ ടോക്സിക് കെമിക്കൽസ്, ഏറ്റവും വിഷം അല്ലെങ്കിൽ അങ്ങനെ അപകടകാരി ആയിട്ടുള്ള, നമ്മുടെ ബോഡിയിൽ പറ്റിയാൽ വളരെ പോയിസൺ ഒക്കെ റിയാക്ട് ചെയ്യുന്ന പോലെ റിയാക്ട് ചെയ്യുന്നതാണ് ടോക്സിക് കെമിക്കൽസ്. എക്സാമ്പിൾ പൊട്ടാസ്യം സയനൈഡ്. അപ്പൊ ടൈപ്സ് ഓഫ് കെമിക്കൽസ് മനസ്സിലാക്കി വെക്കുക, അവരുടെ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വരുമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സെലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കാർസിനോജനിക് കെമിക്കൽ ആണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Then comes handling and storage of chemicals. നമുക്ക് എങ്ങനെ ഈ കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യാം, അതുപോലെ സ്റ്റോർ ചെയ്യാം. ആദ്യം ലേബൽ ദ കെമിക്കൽസ് വിത്ത് ഹസാർഡ് സിംബൽ, സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, സ്ട്രെങ്ത് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഇറ്റ് ഇസ് മാൻഡേറ്ററി ഫോർ മാനുഫാക്ചറേഴ്സ്. അതായത് നമ്മൾ ഒരു കെമിക്കൽ എടുക്കുമ്പം ആ കെമിക്കലിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഹസാർഡ് സിംബൽ കൊണ്ട് നമ്മൾ ഹസാർഡ് സിംബൽ അതിൽ നമ്മൾ എന്താ പറയാ പ്രിന്റ് ചെയ്ത് വെച്ചേക്കണം അതിന്റെ ബോട്ടിൽ പുറത്ത്. ദെൻ യൂസ് ചെയ്യാനുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം, അതിന്റെ സ്ട്രെങ്ത്, അതായത് കോൺസെൻട്രേറ്റഡ് ആണോ ഡൈല്യൂട്ടഡ് ആണോ എന്നുള്ളത്. ദെൻ എക്സ്പയറി ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെ കെമിക്കൽസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then flammable chemicals are stored in fireproof metal containers at ground level in a cool, dry place and always handle them away from direct flame. Flammable chemicals ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, തീ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉള്ള കെമിക്കൽസ്, പെട്ടെന്ന് തീ കത്തി പോകാനുള്ള കെമിക്കൽസ് ആണ് ഇത് ഫ്ലെയിമബിൾ കെമിക്കൽസ്. അസറ്റോൺ, ഈതർ, ഫൈലീൻ, ആൽക്കഹോൾ. ഇവരെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കണം?
ഫയർ പ്രൂഫ് മെറ്റൽ കണ്ടെയ്നേഴ്സ്, പെട്ടെന്നൊന്നും തീ കടന്നാക്രമിക്കാത്ത മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കണം. അതും ഗ്രൗണ്ട് ലെവലിൽ വളരെ കൂളും ഡ്രൈയും ആയിട്ടുള്ള സ്ഥലത്ത്, പെട്ടെന്ന് തീ പടർന്നു പിടിക്കാൻ ചാൻസും ഇല്ലാത്ത സ്ഥലത്ത് വേണം സൂക്ഷിക്കാൻ. കൊറോസീവ് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ആംബർ കളേർഡ് ബോട്ടിൽസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ആംബർ കളർ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ബോട്ടിലൊക്കെ ഇല്ലേ, ചില ബിയറിന്റെ ഒക്കെ കുപ്പി ഒരു ബ്രൗൺ കളർ, അങ്ങനത്തെ ആംബർ കളർഡ് ബോട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ വേണം കൊറോസീവ് ആയിട്ടുള്ള കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യാൻ. എക്സ്പ്ലോസീവ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ആർ നെവർ ലെഫ്റ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള കെമിക്കൽസിനെ നമ്മൾ ഒരിക്കലും ഡ്രൈ സ്റ്റേറ്റിൽ സൂക്ഷിക്കാൻ പാടില്ല. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൈകാര്യം ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് എടുത്തവർ മാത്രമേ അവരെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. കാർസിനോജനിക് കെമിക്കൽസ് ആർ സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് കണ്ടെയ്നർ. കാർസിനോജനിക് എപ്പോഴും ക്ലോസ്ഡ് കണ്ടെയ്നറിലായിരിക്കും. അതുപോലെ ആ കാർസിനോജനിക് കെമിക്കൽസുമായിട്ട് നമുക്ക് കോണ്ടാക്ട് എപ്പോഴും മിനിമം ആയിട്ട് കീപ്പ് ചെയ്യണം. ആവശ്യമില്ലാതെ നമ്മൾ എടുക്കേണ്ട സ്ഥലത്തോ തുറക്കേണ്ട പാത്രത്തിലോ അങ്ങനൊന്നും വെക്കാൻ പാടില്ല. ഓക്കെ, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്, നമ്മൾ ഹസാർഡ് സിമ്പലും വെച്ചേക്കണം. ദെൻ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കേണ്ടത് വേണം. സ്ട്രെങ്ത്തും എക്സ്പയറി ഡേറ്റും വേണം. പിന്നെ ഓരോ കെമിക്കലിന്റെയും സ്വഭാവം അനുസരിച്ച് അവർ ഫയർ പ്രൂഫിലാണോ, ദെൻ ആംബർ കളറിലാണോ, ഡ്രൈ സ്റ്റേറ്റിലാണോ വെക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. Highly toxic chemicals like potassium cyanide are kept locked in cupboard and proper documentation is made in stock register. Highly toxic, വളരെ സൈനൈഡ് ഒക്കെ കഴിച്ചാൽ അപ്പൊ തന്നെ നമുക്ക് അറിയാം ഡെത്തിലോട്ടാണ് മൂവ് ചെയ്യുക. അത്രയും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കബോർഡിൽ വളരെ ഒരു ലോക്കർ പോലെ നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് അത് എത്ര സൈനൈഡ് നമ്മൾ എടുത്തു, എത്ര പൊട്ടാസ്യം സൈനൈഡ് മൂവ് ആയി എന്നുള്ളത് ഒരു ഗ്രാം പോലും വിടാതെ സ്റ്റോക്ക് രജിസ്റ്ററിൽ എൻട്രി ചെയ്തുകൊണ്ടിരിക്കണം. ഡു നോട്ട് ഓപ്പൺ ഫ്ലെയിമബിൾ കെമിക്കൽസ് നിയർ ഫ്ലെയിം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. പൊട്ടിത്തെറിക്കുക എന്നറിയാൻ നമ്മൾ തീ കത്തിച്ച് നോക്കേണ്ട കാര്യമല്ല. അതുപോലെ തന്നെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, തീയുടെ അടുത്ത് കൊണ്ടുപോയി കത്തുവോ എന്നൊന്നും വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല ആവശ്യമില്ലാതെ. ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. ആസിഡിലോട്ട് വെള്ളം ചേർക്കരുത്. ഓക്കെ, ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. ദെൻ അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. നമുക്ക് ഈ പിപ്പറ്റ് ഒക്കെ ഉപയോഗിച്ച് മൗത്ത് വെച്ച് തന്നെ വലിച്ചെടുക്കുന്ന ഹാബിറ്റ് ഉണ്ടല്ലോ ലാബ്സിലൊക്കെ നിൽക്കുമ്പോൾ, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇൻസ്റ്റഡ് മൈക്രോ പിപ്പറ്റ് ഒക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ ഉള്ള. അതും ലാസ്റ്റ് ക്ലാസ്സിൽ മൈക്രോ പിപ്പറ്റിന്റെ ഒക്കെ ഫോട്ടോ നമ്മൾ നോക്കിയതാണ്. ഇനി ലബോറട്ടറി ഹസാർഡ്സ്, മെയിൻ ആയിട്ടുള്ള ലബോറട്ടറി ഹസാർഡ്സ് ഏതൊക്കെയാണ്? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ഇലക്ട്രിക്കൽ, ഫയർ, റേഡിയേഷൻ ഹസാർഡ്. ഓക്കെ, ഏതൊക്കെയാ? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ഇലക്ട്രിക്കൽ, ദെൻ ഫയർ, ദെൻ റേഡിയേഷൻ ഹസാർഡ്. ദെൻ കംസ് സ്ക്ലാഡ്സ്. സ്കാൽഡ് എന്ന് പറയുന്നത് എന്താണ്? സ്കാൽഡ് എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് സംഭവിക്കുന്ന ഒരു ഇഞ്ചുറി ആണ്. അത് ചൂടുവെള്ളം വീഴുമ്പോഴാണ് പൊതുവെ വരിക. ചൂടുവെള്ളം അഥവാ ഹോട്ട് സ്റ്റീം, ഈ കുക്കറിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറിൽ ആവി വരത്തില്ലേ, ആവി കൊണ്ട് പൊള്ളുന്നതാണ് സ്കാൽഡ്സ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കാൽഡ്സ് എന്താണ്? ഇപ്പൊ ബോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് വെള്ളം അങ്ങനെ ഇതാകുന്നതാണ്. ബേൺ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. പക്ഷെ സ്കാൽഡ് എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ എല്ലാവർക്കും പെട്ടെന്ന് ഐഡിയ കിട്ടത്തില്ല. സ്കാൽഡ് എന്ന് പറയുമ്പോൾ അതും ഒരു ബേൺ അഥവാ ഒരു പൊള്ളല് തന്നെയാണ്. പക്ഷെ ചൂടായിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ അതിന്റെ വേപ്പറിൽ നിന്ന് മാത്രം പറ്റുന്ന പൊള്ളലിന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടേം ആണ് എന്ത്? സ്കാൽഡ്സ്. ജനറൽ പ്രിക്കോഷൻ ടു പ്രിവെന്റ് ഫിസിക്കൽ ഹസാർഡ് ഇൻ എ ലബോറട്ടറി. ഒരു ലാബിൽ ഫിസിക്കൽ ഹസാർഡ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ഗ്ലാസ് വെയർ. ചില്ലുപാത്രങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. അഡോപ്റ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്സ് ഫോളോ ചെയ്യുക. അതായത് ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അങ്ങനത്തത്, അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ ചെയ്യുക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അല്ലാതെ നമ്മുടെ കൺവീനിയൻസിന് അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റരുതെന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ലാബ് എക്യുപ്മെന്റ്സ് പ്രിവെന്റ് സ്പില്ലേജ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്സ്. ചൂടുവെള്ളം ഒന്നും അങ്ങോട്ടോ, ചൂടായിട്ടുള്ള ആസിഡ്സോ ഫ്ലൂയിഡ്സോ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്പില്ലാകാതെ വീഴാതെ നോക്കണം. യൂസ്
കോഡ് ചിപ്സ് ടു പ്രിവെന്റ് വയലന്റ് ബേണിംഗ് ഓഫ് ലിക്വിഡ്സ്. കോഡ് ചിപ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് ആ ഭയങ്കര വയലന്റ് ആയിട്ട് വോളന്റൈൽ ആയിട്ടൊക്കെ വെള്ളം തിളയ്ക്കുന്നതിൽ നിന്നും എസ്കേപ്പ് ആക്കാൻ വേണ്ടി. യൂസ് തിക്ക് walled ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഫോർ ഹീറ്റിംഗ് പർപ്പസ്. ചൂടാക്കാൻ നമ്മൾ എപ്പോഴും തിക്ക് walled ആയിട്ടുള്ള കണ്ടെയ്നർ, തിക്ക് വളരെ കട്ടിയുള്ള ഗ്ലാസ് കണ്ടെയ്നർ വേണം ഉപയോഗിക്കാൻ. കാരണം ചൂടാക്കാനൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അടി നല്ല കട്ടിയുള്ളതായിരിക്കണം ഗ്ലാസിന്റെ. ദെൻ യൂസ് ഹസാർഡ് സിമ്പിൾസ്. ഏറ്റവും ആദ്യം ഹസാർഡ് സിമ്പിൾ എന്നാണല്ലേ, എങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അത് അപകടകാരം ആണ്, അടുത്തോട്ട് പോകും അല്ലെങ്കിൽ വെറുതെ ഹാൻഡിൽ ചെയ്യുന്നത്. General precautions to prevent chemical hazard in a laboratory. കെമിക്കൽ ഹസാർഡ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള രീതികൾ. കെമിക്കൽ ഹസാർഡ്സ് എങ്ങനെയാണ് വരുന്നത്? കോസ്ഡ് ബൈ ഫിസിക്കൽ കോണ്ടാക്ട്, ഇൻജക്ഷൻ ആൻഡ് ഇൻഹലേഷൻ ഓഫ് കെമിക്കൽസ് ലീഡ്സ് ടു മൈനർ ബേൺസ് ടു ഈവൻ ലൈഫ് ത്രെറ്റനിങ്. കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കെമിക്കലും ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്ട്, നേരിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ആസിഡ് വീഴുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇൻജക്ഷൻ അറിയാതെ എന്തെങ്കിലും കെമിക്കൽ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ചില കെമിക്കൽസിന്റെ ഒക്കെ സ്മോക്ക് ശ്വസിച്ചാൽ പോലും മതി നമ്മുടെ ബോഡിക്ക് ഒരു ഹസാർഡ് ഉണ്ടാവണമെങ്കിൽ. ചിലപ്പം ചില എന്തെങ്കിലും ഇൻഹലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആസിഡ്സോ ആയിട്ടൊക്കെ കോണ്ടാക്ട് വന്നാൽ ചെറിയ ബേൺസ്, ചെറിയ പൊള്ളലൊക്കെ വന്നിട്ട് അങ്ങ് മാറിക്കോളും. അതേസമയം ചിലതാണെങ്കിൽ എന്താണ് ലൈഫ് ത്രെറ്റനിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു 2 ml H2SO4 നമ്മുടെ കയ്യിൽ വല്ലതും വീണ എന്താണ് പൊള്ളത്തേ ഉള്ളൂ. അതേസമയം ഒരു വലിയ ഒരു 2 or 3 liters ഓഫ് H2SO4 നമ്മുടെ പുറത്തോട്ട് തലയിൽ കൂടെ വീണാൽ എന്ത് സംഭവിക്കും? അത് ലൈഫ് ത്രെറ്റനിങ് ആണ്. അവയർനെസ് ഓൺ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലബോറട്ടറി എക്യുപ്മെന്റ്സ്. ലാബിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനെ കുറിച്ചും അതിന്റെ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള അറിവ് എന്താണ് ആവശ്യമാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രോപ്പർ കെമിക്കൽസിനെ നമ്മൾ സൂക്ഷ്മതയോടെ സ്റ്റോർ ചെയ്യണം. പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. ആവശ്യമില്ലാതെ ഈ കെമിക്കൽ പിപ്പറ്റ് ഉപയോഗിച്ച് മൗത്ത് കൊണ്ട് ഡയറക്റ്റ് വെച്ച് വലിച്ചെടുക്കരുത്. ഇൻസ്റ്റഡ് അല്ലാത്ത ഈ മൈക്രോ പിപ്പറ്റ് പോലെ ബ്ലോ ചെയ്ത് ഇങ്ങനെ അതിൽ തന്നെ സ്വിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന പിപ്പറ്റ്സ് യൂസ് ചെയ്യണം. യൂസ് ഹസാർഡ് സിമ്പിൾസ്, ഒരു വാർണിംഗ് കൊടുക്കണം. ജനറൽ പ്രിക്കോഷൻസ് ടു പ്രിവെന്റ് ബയോളജിക്കൽ ഹസാർഡ് ഇൻ എ ലബോറട്ടറി. ഒരു ലബോറട്ടറിയിൽ ബയോളജിക്കലുള്ള ഹസാർഡ്സ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? ബയോളജിക്കൽ ഹസാർഡ്സ് ക്യാൻ ബി കോസ്ഡ് ബൈ ഇൻഫെക്ഷസ് ഏജന്റ്സ് ലൈക്ക് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, സിംപ്ലക്സ് വൈറസ്, contaminated food and water, needle pricks and cuts. Laboratory animal bites can also cause biohazard. എന്താണ് പറഞ്ഞേക്കുന്നത്? ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആയിട്ടുള്ള HIV-യോ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് കോസ് ചെയ്യുന്ന വൈറസ് കാരണോ, മയോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്താണ്? TB നമുക്ക് വരുത്തുന്ന ആളാണ്. അപ്പം ഈ വൈറസുകളുടെ ഒക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരാം. ലാബാണ്, അപ്പൊ അവിടെ പലതരം പേഷ്യൻസ് വരും, പലതരം ആളുകളുടെ ബ്ലഡ് സാമ്പിൾസ്, യൂറിൻ, സ്റ്റൂൾ ഒക്കെ എക്സാമിൻ ചെയ്യും. അപ്പൊ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ HIV ഉള്ള ഒരാളുടെ ബ്ലഡ് വല്ലതും നമ്മുടെ കയ്യിലോട്ടോ ബോഡിയിലോട്ടോ ഒക്കെ ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ദേ ഷുഡ് ബി ഹാൻഡിൽഡ് പ്രോപ്പർലി. ഇനി കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ലാബിൽ വെച്ചിട്ട് ഫുഡും വാട്ടറും ഒക്കെ ചിലപ്പോൾ ഫുഡൊക്കെ ഒരാൾ കുടിച്ചിട്ട് പോകുന്ന കോമൺ ഗ്ലാസ് വെച്ചേക്കും, നിയർ വാട്ടർ ഫിൽട്ടർ ആൻഡ് ഓൾ. അപ്പം ആ കോമൺ ഗ്ലാസ് വെച്ച് 1-2 പേര് വാട്ടർ സിപ്പ് ചെയ്ത് അവരുടെ സലൈവ അതിലായി. സോ അങ്ങനെ കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ്. ഓക്കെ, വളരെ ലാബിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ നീഡില് തിരിച്ച് നമ്മൾ ലൈക്ക് ഡിസ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അറിയാത്ത ചെറിയ പ്രിക്കൊക്കെ നമുക്ക് തന്നെ കിട്ടാനുള്ള ചാൻസസ്. സോ നീഡിൽ പ്രിക്ക് ഓർ കട്ട്സ്. അതുപോലെ ലബോറട്ടറി ആനിമൽ ബൈറ്റ്. ചിലപ്പം ഏതെങ്കിലും അനിമൽ പോലും നമുക്ക് എന്ത് പറ്റും? ബയോഹസാർഡ് ഉണ്ട്. Consider all specimen in laboratory as dangerous. ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ പേഷ്യന്റിന്റെ യൂറിൻ അല്ലേ എന്ന് പറഞ്ഞ് കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യരുത്.
ആ പേഷ്യന്റിന് എന്തൊക്കെ അസുഖമുണ്ട് ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ ദേ ഷുഡ് ബി ഒരു പൊട്ടൻഷ്യലി ഡേഞ്ചർ, എന്ത് വേണോ സംഭവിക്കാൻ പറ്റും ഒരു സ്പെസിമൻ ആണ് എന്ന് കരുതി വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാവൂ. യൂസ് ഗ്ലൗസ്, മാസ്ക്, ഏപ്രൺ ആൻഡ് ഐ പ്രൊട്ടക്ടേഴ്സ് ഇൻ ലബോറട്ടറി. ഗ്ലൗസും മാസ്കും അതുപോലെ കോട്ട് അഥവാ ഏപ്രൺ പിന്നെ ഐ പ്രൊട്ടക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യണം. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യണം. Vaccinate laboratory staff against infectious diseases like hepatitis B virus. ലാബിലുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ എന്താ പറയാ TT അതുപോലെ HBV ഇങ്ങനത്തെ ഒക്കെ ഇൻഫെക്ഷൻസിനെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവണം. ദെൻ മൗത്ത് പിപ്പറ്റിംഗ്, വേറൊരാളുടെ ബ്ലഡ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അത് പിപ്പറ്റ് ചെയ്യേണ്ടി വന്നാൽ എന്താണ്, ഒരിക്കലും മൗത്ത് വെച്ച് സക്ക് ചെയ്ത് പിപ്പറ്റ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റഡ് അല്ലാത്ത പിപ്പറ്റ് വേണം യൂസ് ചെയ്യാൻ. ഡു നോട്ട് ഈറ്റ്, ഡ്രിങ്ക് ഓർ സ്മോക്ക് ഓർ അപ്ലൈ കോസ്മെറ്റിക്സ് ഇൻ ദ ലബോറട്ടറി. ലാബിലൊന്നും ഇരുന്നിട്ട് ലിപ്സ്റ്റിക് ഇടുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക, ഡ്രിങ്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആഫ്റ്റർ വർക്ക്, ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വർക്ക് ബെഞ്ച് ഓൺ കംപ്ലീഷൻ ഓഫ് വർക്ക്. പ്രോപ്പർ ആയിട്ട് നമ്മൾ കൈ കഴുകി വൃത്തിയാക്കുക, അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത ആ ബെഞ്ചും റീജിയണും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് നേടുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ്, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSC സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.